കൊട്ടിഘോഷിച്ച വയോജന വകുപ്പിന്റെ മന്ത്രി എവിടെ? മുഖ്യമന്ത്രിയായ ശേഷം വി.ഡി. സതീശൻ നടത്തിയ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് സംസ്ഥാനത്ത് വയോജന വകുപ്പ് രൂപീകരിക്കുമെന്നാണ്. രാജ്യത്ത് ആദ്യത്തേതാണ് ഇത്തരമൊരു വകുപ്പെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ വകുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടും വകുപ്പ് മന്ത്രി ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും യാതൊരു വ്യക്തതയുമില്ല. ഇന്ന് മന്ത്രിമാരുടെ വകുപ്പ് നിശ്ചയിച്ചുകൊണ്ട് ഗവർണർ അന്തിമ പട്ടിക ഇറക്കി, വിജ്ഞാപനമിറക്കി. അതിലൊരിടത്ത് പോലും വയോജന വകുപ്പ് ആർക്കാണ് എന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആർക്കാണ് ഈ വകുപ്പ് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും മുഖ്യമന്ത്രി സതീശൻ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് അദ്ദേഹം ആദ്യത്തെ ക്യാബിനറ്റിൽ ഇത്തരമൊരു തീരുമാനമെടുത്തതും അത് ജനങ്ങളെ അറിയിച്ചതും എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പ്രഖ്യാപനങ്ങളൊന്നായിരുന്നു ഈ വകുപ്പ് രൂപീകരിക്കും എന്നുള്ളത്. സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC യാത്ര, ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപയായി കൂട്ടും. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞ കാര്യമാണ് രാജ്യത്ത് ആദ്യമായി ജപ്പാൻ മോഡലിൽ വയോജന വകുപ്പ് രൂപീകരിക്കും. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേകമായ ഒരു വകുപ്പ്. ആ വകുപ്പ് രൂപീകരിക്കുമ്പോൾ തീർച്ചയായും മന്ത്രി വേണമല്ലോ. പക്ഷേ ആ മന്ത്രി എവിടെയാണ്? ഇന്ന് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ അതിലൊരിടത്ത് പോലും വയോജന ക്ഷേമ വകുപ്പ് ആര് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ആരെയാണ് സതീശൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും നമുക്കില്ല. അതുകൊണ്ട് ആ വാക്ക് പാഴ്വാക്കായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഉത്തരവിറങ്ങിയിട്ടുണ്ട്. വയോജന വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അത് പൊതുഭരണ വകുപ്പിനും അഡീഷണൽ സെക്രട്ടറിക്കും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ആ ഉത്തരവിൻ്റെ പകർപ്പ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് നടപ്പിലാക്കേണ്ട മന്ത്രി ആരാണ്? ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരാണ്? അതാണ് ഇവിടെ വ്യക്തമാക്കേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രേ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏജിങ് കമ്മ്യൂണിറ്റി, ഏജിങ് സൊസൈറ്റി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് കേരളം. അതായത് കേരളത്തിലെ ജനസംഖ്യയിലെ 20% പേർ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ്. ലോങ്കിറ്റ്യൂഡിനൽ ഏജിങ് സ്റ്റഡി ഇൻ ഇന്ത്യ, LASC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഏജൻസി നടത്തിയ ഒരു പഠനത്തിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. രാജ്യത്ത് 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾ, അതായത് 20% പേരും ഇന്ത്യയിലാണ്. കേരളത്തിലെ മൊത്ത ജനസംഖ്യയുടെ 20% പേർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 10 വർഷം കഴിയുമ്പോൾ 4 പേരിൽ ഒരാൾക്ക് 60 വയസ്സ് കഴിഞ്ഞിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വകുപ്പ് രൂപീകരിക്കുന്നു പറഞ്ഞത്. അതിൻ്റെ ആവശ്യകത പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ളത് ജപ്പാനാണ്. ആ ജപ്പാൻ മോഡലാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, വയോജനങ്ങളുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് ഇവിടെ ജനന നിരക്ക് കൂടുന്നില്ല. അതാണ് കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. വൃദ്ധജനങ്ങൾ കൂടുന്നു, പക്ഷേ ശിശു ജനന നിരക്ക് കുറയുകയാണ്. 2019 കേന്ദ്ര ജനസംഖ്യാ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 2036 ആകുമ്പോഴേക്കും ജനന നിരക്ക് 1.4 കുറയും. ഇപ്പോഴത്തെ ജനന നിരക്ക് എന്ന് പറയുന്നത് 5.2%. അത് 2036 ആകുമ്പോഴേക്കും 1.4% കുറയുമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേന്ദ്ര ജനസംഖ്യാ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ ജനന നിരക്ക് കുറയുകയും പ്രായമാകുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരമൊരു പ്രധാന വകുപ്പ് രൂപീകരിക്കുന്നത്. അത് എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ച ഒരു കാര്യമാണ്. നേരത്തെ തന്നെ 2007 മുതൽ തന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിലുണ്ടായിരുന്നു, വയോമിത്രം പദ്ധതി അടക്കം. അപ്പോൾ ആ പദ്ധതികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു വകുപ്പായി രൂപീകരിക്കുക എന്നുള്ളതാണ് സതീശൻ ലക്ഷ്യമിട്ടത്. പക്ഷേ അത് വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയെങ്കിലും ആരാണ് മന്ത്രി എന്നതിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ ആ വകുപ്പിനെ ചൊല്ലി വീണ്ടും അടിപിടി കൂടും. നമുക്കറിയാം, മന്ത്രിമാരുടെ വകുപ്പിനെ സംബന്ധിച്ച് 3 ദിവസമായി കിടന്ന അടിയാണ്.
അപ്പോൾ ഈ വയോജന വകുപ്പ് ആരേറ്റെടുക്കും, ആർക്ക് കൊടുക്കും? മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമോ, കോൺഗ്രസിനാണോ ഉള്ളത്, അതോ മറ്റ് ഘടകകക്ഷികൾക്കാണോ എന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ആ മന്ത്രി ആരാണ് എന്നറിയാനുള്ള കൗതുകത്തിലാണ് രാഷ്ട്രീയ കേരളം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.